ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സേവാദൾ ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരുടെ ഒരു പടം മുഴുവൻ ഉണ്ടാക്കി എന്തിന് പ്രഗത്ഭരായ കഴിവുള്ള ശേഷിയുള്ള നമ്മുടെ തോമസ് ഐസക്കിനെ പോലെയുള്ള ധനകാര്യ മാനേജ്മെന്റ് അറിയാവുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ മുഴുവൻ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സേവാദൾ ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഡോക്ടർമാരും ജീവനക്കാരും ആവശ്യത്തിന് ആശുപത്രിയിൽ ഇല്ലാത്തത് മൂലം ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. ഉപ്പുതറയിലെ വിദൂര ആദിവാസി മേഖലയായ കണ്ണമ്പടി, മേമാരി എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ ചികിത്സ തേടിയെത്തുന്നത് ഈ സർക്കാർ ആശുപത്രിയിലാണ്. ഇതോടൊപ്പം പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളടക്കം ഈ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. നാളുകളായി ആവശ്യത്തിനുള്ള ജീവനക്കാരുടെ കുറവ് മൂലം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരിക്കുകയുമാണ്. ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നും സേവാദൾ മണ്ഡലം കമ്മിറ്റി പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തിയത്. ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാത്ത പക്ഷം തുടർന്നുള്ള നാളുകളിൽ ശക്തമായ സമര പരിപാടികൾ നടത്താനാണ് തീരുമാനവും. സേവാദൾ ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് സിജോ പാറക്കൽ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ജോർജ് ജോസഫ് കൂറുമുറം, കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ, PM വർക്കി പൊടിപാറ, PT തോമസ് പാഴിയാങ്കൽ, G ബേബി, VK കുഞ്ഞുമോൻ, ജോണി ഇഞ്ചിപ്പറമ്പിൽ, ഷിനോജ് ജോസഫ്, സണ്ണി മഞ്ഞിനാമറ്റം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി ജോസഫ്, IB പൗലോസ്, ഓമന സോദരൻ, ലീലാമ ജോസ് എന്നിവരും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ.